ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഈ വിവാഹം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ പിന്നെ ശാന്തയുടെ ചെറിയമ്മയുടെ മകളെ കല്യാണം കഴിക്കാതിരുന്ന ആ പയ്യനാണെങ്കിൽ സച്ചിദാനന്ദൻ എന്നാണ് പേര്. ആ പയ്യനാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയെയും പിന്നെ കുട്ടിയൊക്കെ കാണുമ്പോൾ ആ പയ്യനിങ്ങനെ തല ഒന്നിച്ച് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊരു സമൂഹ വിവാഹമാണ്, ഇത് വർഷാവർഷം നടത്തി വരാറുള്ളതാണ്, ഇവിടെ അങ്ങനെ VIP കളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല, കളക്ടർ മാഡത്തിന് ഇവിടെ എന്താണാവോ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാര്യമുണ്ട് സത്യമേ, കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പക്ഷേ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഈ സച്ചി എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, ഇതിൽ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആദ്യം ആ പയ്യനാണെങ്കിലൊന്നും അനങ്ങുന്നില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെ ഞാനാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. തുടർന്ന് ഈ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പെൺകുട്ടിയുടെ പേര് ഗീത എന്നാണ്. അന്നേരം ഇവളെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും മിണ്ടുന്നില്ല, നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്നാണെങ്കിൽ വീണ്ടും ഈ പിന്നെ SI സോമശേഖരൻ ചോദിക്കുകയാണ്, ചോദിച്ചില്ലേടാ മേഡം ചോദിച്ചതിനെ കേട്ടില്ലേ, നിനക്ക് അറിയുമെന്നാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്കാണെങ്കിൽ ആകെ അങ്ങോട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ഇതൊരു മംഗളകരമായ ചടങ്ങ് നടക്കുകയാണ്, വർഷാവർഷമൊക്കെ നമ്മൾ നടത്തി വരാറുള്ളതാണ്, പെൺകുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ്, അതിനിടയിലാണോ നിങ്ങൾ നിങ്ങളുടെ പോലീസും കളഞ്ഞും ഒക്കെ കളിക്കുന്നത്, ആളാവാൻ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട്ടുള്ള ദേഷ്യമാണ് പ്രകടമാക്കുന്നത്. അന്നേരം കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന ഓരോ പെൺകുട്ടികളുടെയും ജീവിതം പോലെ പ്രധാനമാണ് ഇത് ഈ പെൺകുട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് കാര്യം കൊണ്ട് മനസ്സിലാവുന്നില്ല. ഈ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഇവിടെ വെച്ചായിരിക്കും തങ്ങളുടെ വരന്മാരെ ഒന്ന് നേരെ ചൊവ്വേ കണ്ടിട്ടുണ്ടാകുക. പക്ഷേ ഇവളാണെങ്കിൽ വിവാഹം ഉറപ്പിച്ചത് മുതൽ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അന്ന് മുതൽ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അങ്ങനെ ഓരോരുത്തരത്ത് കറക്കം തന്നെയാണ്. പക്ഷെ കല്യാണം കഴിക്കേണ്ട പയ്യനായതുകൊണ്ട് വീട്ടുകാരും ഒന്നും പറഞ്ഞില്ല. ഇവളുടെ മാനവും വീട്ടുകാരുടെ അഭിമാനവും മാത്രമല്ല ഇവനായിട്ട് കൊടുത്തത്, പിന്നെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണവും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഇവനാണെങ്കിലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയാണ്. 5 പവനും 50,000 രൂപയ്ക്കും വേണ്ടി എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ആ പയ്യൻ സമ്മതിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ അറിയാമെന്നുള്ളത് സമ്മതിക്കുകയാണ്. അതിനുശേഷമാണ് ശാലിനി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഇങ്ങനൊരു വിവാഹം, സമൂഹ വിവാഹമൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അതിന് കണ്ടെത്തുന്ന പയ്യന്മാരോ വധുവരന്മാരോ ഒക്കെ നല്ലതാണോ, നല്ല സ്വഭാവക്കാരാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ ആളാവുകയല്ല വേണ്ടത് എന്നിങ്ങനെ സത്യഭാമയെ ഉദ്ദേശിച്ചാണ്. പക്ഷേ ഭാമയുടെ മുഖത്ത് നോക്കിയല്ല ശാലിനി അങ്ങനെ പറയുന്നത്. സത്യഭാമയ്ക്ക് കൊള്ളുന്നുമുണ്ട് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ അങ്ങനെ അന്വേഷിച്ച് വേണം ചെയ്യാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ട് സംഘാടകരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവന് പണം വല്ലതും കൊടുത്തായിരുന്നോ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, താലികെട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നുണ്ട്. അന്നേരം അത്രയെങ്കിലും സംഘാടകർ ചെയ്തല്ലോ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് വല്ലാതായിട്ട് നിൽക്കുകയാണ്. ഭാമ നടത്തുന്ന വിവാഹമാണല്ലോ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. തുടർന്നാണെങ്കിൽ ഇവനെ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്നിങ്ങനെ പോലീസിനോട് സോമശേഖരനോട് ചോദിക്കുമ്പോൾ ഇവനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ് വേണ്ടത്. വിവാഹ തട്ടിപ്പ്, പെൺവാണിഭം, പിന്നെ പീഡന കേസ്, പിന്നെ വഞ്ചന കുറ്റം, അങ്ങനെ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്യാം. ഒരു 8 വർഷം എന്തായാലും ജയിലിൽ കിടക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്നും സംഘാടകരോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ അന്വേഷിച്ചു നേരാ ചൊവ്വേ അന്വേഷിച്ച് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും, അത് എല്ലാവർക്കും ഒരു മാനക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ ഇങ്ങനെ ഒരു വല്ലാതെ നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ ഈ പയ്യൻ സച്ചി എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ശാലിനിയുടെ കാൽക്കലേക്ക് വീഴുകയാണ്. മാഡം, എൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ്, ഞാനിങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിലും പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗീത എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടരുതെന്ന് പറയും, ഞാൻ ഇവളെ കെട്ടിക്കോളാം, പൊന്നുപോലെ നോക്കിയാളാം, ഒരു കുഴപ്പവും വരുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യമാണ് ശാലിനിയുടെ കാൽക്കൽ വീഴുന്നതും ഈ പയ്യൻ ഇങ്ങനെ അപേക്ഷിക്കുന്നതൊക്കെ കാണുമ്പോൾ. സത്യഭാമയോടെ ചെറുതാകുകയാണല്ലോ ശാലിനി, കളക്ടർ എന്നുള്ളത് നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ ഭാമ അവിടെ ഒന്നും അല്ലാതായിട്ട് നിൽക്കുകയാണ്. അന്നേരം പിന്നെ നിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം മാഡം, ഒരവസരം തന്നാൽ മതി, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും അന്ന് മാഡം അതിന് വേണ്ട ശിക്ഷ തന്നോളൂ എന്നിങ്ങനെ പറയുമ്പോൾ സോമശേഖരനോട് പറയുന്നുണ്ട്, അപ്പോൾ ഇവന് ഒരവസരം കൊടുത്ത് നോക്കാം അല്ലേ, നന്നാവുമെന്ന് നോക്കട്ടെ, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പിന്നെ സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുക തന്നെ വേണം,
പിന്നെ എന്തെങ്കിലും തെറ്റ് ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ ഗീതയോടാണ് പറയുന്നത്, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകും, പിന്നെ പുറം ലോകം കാണില്ല എന്ന് പറയുക. അന്നേരം ഗീതയ്ക്ക് ഈ പെൺകുട്ടിക്ക് ചെറിയ മനസ്സിൽ ശാന്തയ്ക്കും ഒക്കെ തോന്നുന്നുണ്ട്, വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞതും ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലായതുകൊണ്ട് ഈ പയ്യനെ അവരങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അന്നേരം എങ്കിലും ഇവിടെ വെച്ച് തന്നെ താലികെട്ട് നടക്കട്ടെ, എന്തായാലും താലി കയ്യിൽ കിട്ടിയതല്ലേ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഈ സച്ചിദാനന്ദൻ വിവാഹം കഴിക്കാൻ വെച്ചിരുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ അങ്ങോട്ട് കരയുകയാണ്. ഒരു അച്ഛനും അമ്മയും ഒക്കെ ആ പെൺകുട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ബാക്കി എല്ലാ വിവാഹവും നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ പെൺകുട്ടി മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സച്ചിദാനന്ദൻ ഗീതയുടെ കഴുത്തിലും ബാക്കി ആ 3 പെൺകുട്ടികളുടെ വിവാഹവും അവിടെ നടക്കുകയാണ്. തുടർന്ന് അവരെല്ലാവരും താലികെട്ട് കഴിഞ്ഞ ശേഷം ഹാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ട്. അന്നേരം ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കി സത്യഭാമ നിൽക്കുകയാണ്. അന്നേരം ഈ സത്യഭാമ നടത്താനിരുന്ന വിവാഹം അലങ്കോലമാക്കിയിട്ട് നീ നിൻ്റെ ചായക്കടയിലെ ബന്ധുവിൻ്റെ വിവാഹം നടത്തിയല്ലേ, ഇപ്പോൾ നീ സന്തോഷിച്ചോ? പക്ഷേ സത്യഭാമ, ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതിന് തക്കതായൊരു മറുപടി നിനക്ക് ഞാൻ തന്നിരിക്കും, നിൻ്റെ ചങ്ക് തകരുന്ന ഒരു മറുപടി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ശാലിനിയെ നോക്കി ഇങ്ങനെ മനസ്സിൽ കുറിക്കുകയാണ്. ഭാമ അവിടെ നിന്നുകൊണ്ട് തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം നടക്കാത്ത ആ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് കളക്ടർ, ശാലിനി നിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ഒക്കെ നന്നായിരുന്നു, പക്ഷേ ഇനി ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പിന്നെ മറ്റുള്ളവരുടെ കല്യാണമൊക്കെ നടത്തി, പക്ഷേ ഈ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഈ പയ്യൻ്റെ ആ ചതിയിൽ നിന്നും അങ്ങോട്ട് രക്ഷപ്പെടുകയല്ലേ ചെയ്തതെന്നുള്ളത്, അവൻ്റെ ചതിയിൽ നിന്നും രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി അത് ഓർത്ത് സമാധാനിക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ, ഈ പെൺകുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്, ഞാൻ നടത്തുന്ന സമൂഹ വിവാഹത്തിൽ ഇവരുടെ വിവാഹം കഴിയും എന്നുള്ളത്. പക്ഷെ നീ വന്നത് അലങ്കോലമാക്കുകയാണ് ചെയ്തത്. നിൻ്റെ ശാരദാമ്മയുടെ കടയിലെ ആ പണിക്കാരിയുടെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ശാന്ത ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് സത്യഭാമ ഇങ്ങനെ നോക്കിയിട്ട്, ഓ ശാന്ത അല്ലേ, ശാന്തയുടെ ആരാണ് ഈ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയമ്മയുടെ മകൾ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ശാന്തയുടെ ചെറിയമ്മയുടെ മകളെ ഈ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകമാണ് ഇതല്ലേ എന്നും പറഞ്ഞ് ഭാമയങ്ങോട്ടിൽ അഹങ്കരിച്ചങ്ങോട്ട് സംസാരിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവൻ ചെയ്ത കൊള്ളരുതായ്മയൊന്നും കണക്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമയങ്ങോട്ട് ചിരിച്ചു അങ്ങോട്ട് അഹങ്കരിച്ച് പറയുകയാണ്, അതിപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം കാണിക്കുന്നതല്ലേ, കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ തന്നെ, കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണിക്കുന്നതോ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ എന്നിങ്ങനെ ശാലിനിയെ നോക്കി പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കളക്ടർ എന്നുള്ള രീതിയിൽ നിൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നിങ്ങനെ വീണ്ടും ഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതെ, ഈ പെൺകുട്ടിക്ക് ഇനി വേറൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുക, അതാണ് ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ സംഘാടക ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻറ്റും പറയുന്നുണ്ട്, അതെ, നമുക്കൊരു പയ്യനെ അന്വേഷിക്കാം, നടത്തുകയും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, പക്ഷേ ഈ പെൺകുട്ടിയെ ഞാനാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത് വിവാഹം നടത്താമെന്നുള്ളത്, അതുകൊണ്ട് എനിക്ക് നടത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, ഞാനത് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ ഈ ദേവസന്നിധിയിൽ വെച്ച് തന്നെ അതങ്ങോട്ട് നടത്താമെന്ന് പറയുകയാണ്. നേരെ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, വേറെ ആരുമല്ല, അത് എൻ്റെ മകൻ വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഷോക്കാവുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. പിള്ളയും പിന്നെ അനുപല്ലവിയും പിന്നെ ശാന്തയും രാമേട്ടനും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് അന്തം വിടുന്നുണ്ട്. പക്ഷേ ആ ശാലിനിയോടുള്ള പ്രതികാരമാണ് വിഷ്ണുവിനെ ഒരു പിന്നെ മറയാക്കി നിർത്തിക്കൊണ്ട് സത്യഭാമയുടെ കാണിക്കാൻ പോകുന്നത്. അന്നേരം മകൻ്റെ ജീവിതമാണെന്ന് പോലും സത്യഭാമ അവിടെ ആലോചിക്കുന്നില്ല. ശാലിനിയോടുള്ള ആ ദേഷ്യം മാത്രമാണ് അവിടെ, അതിൻ്റെ പേരിൽ മാത്രമാണ് സത്യഭാമ അവിടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ അത് തിരിച്ചടിയായിട്ട് തന്നെ സത്യഭാമയ്ക്ക് വരികയും ചെയ്യും. ഒരു വിധത്തിലും ഉരാൻ പറ്റാത്തൊരു തിരിച്ചടിയായിട്ട് ഈ ഒരു തീരുമാനം സത്യഭാമയ്ക്കെതിരെ വരും. അതിനും രക്ഷിക്കാനായിട്ട് ശാലിനി മാത്രമേ കാണുകയുള്ളൂ. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ വെച്ച് എൻ്റെ മകൻ വിഷ്ണു ഇവരുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിക്കാണെങ്കിൽ അപ്പോൾ സങ്കടം എല്ലാമൊക്കെ മാറുന്നുണ്ട്. ഒരച്ഛനും അമ്മയ്ക്കും സന്തോഷിക്കുകയാണ്. സത്യഭാമയുടെ മകനല്ലേ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അന്നേരം ആദ്യം ഒരു ശാലിനിക്ക് ഒരു ഷോക്ക് ഉണ്ടായെങ്കിലും ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തോടു കൂടി സത്യഭാമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
തുടർന്ന് സത്യഭാമയും പിന്നെ പിള്ളയും ഒക്കെ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം ഭാമ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പിള്ളയും പൊന്നിയും കൂടി പുറത്ത് ഈ വിഷ്ണുവിനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. വിഷ്ണുവും രാഘവൻ നായരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു ശ്യാമയും കൂടി. അന്നേരം അവർ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പിള്ള ഇങ്ങനെ നടക്കുമ്പോൾ കുഴപ്പമാവോ പിള്ളച്ചേട്ടാൻ ചോദിക്കുമ്പോൾ പിന്നെ കുഴപ്പമാകാതെ അമ്മാതിരി പുകിലല്ലേ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. ഈ സമയത്ത് വിഷ്ണു വണ്ടിയിൽ വരുന്നുണ്ട്. രാഘവൻ നായരെ പതിയെ ശ്യാമയൊക്കെ പിടിച്ചിറക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറയുന്നത്, ഒരിടത്തേക്കും വരില്ല എന്ന്. ഉപ്പാട് വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു വളരെ സന്തോഷത്തിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിള്ളയുടെ മുഖം കണ്ടിട്ട് തൻ്റെ മുഖം എന്താടോ വല്ലാതിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞപ്പോൾ തനിക്ക് സമയമില്ല, കൊച്ചമ്മയുടെ കൂടെ കല്യാണത്തിന് പോകണമെന്നല്ലേ പറഞ്ഞത്, മാല എടുക്കണം, ബൊക്കെ എടുക്കണം, എന്നിട്ട് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ശ്യാമയോട് പറയുന്നുണ്ട്. അന്നേരം പിള്ള പറയുകയാണ്, കല്യാണമൊക്കെ 4 പക്ഷെ 3 നടന്നുള്ളൂ, അവസാനം അടിപിടിയായി എന്നൊക്കെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ബാക്കി ചോദിക്കാതെ ശ്യാമയോട് സംഭാരം എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്, ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് വിഷ്ണു രാഘവൻ നായരോട് അകത്തേക്ക് കയറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ എത്തി നേരം നിൽക്കട്ടെടാ, വണ്ടിയിൽ ഒരൊറ്റ ഇരിപ്പല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ആ പിള്ള എത്താൻ ബാക്കി പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട്, 4 വിവാഹത്തിൽ പിന്നെ കല്യാണം നടത്താനായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ശാലിനി കുഞ്ഞാണെങ്കിൽ പോലീസുകാരെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അന്നേരം പോലീസുകാരായിട്ട് വന്നോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം 4 വിവാഹം ആയിരുന്നില്ലേ, അതിൽ 4ാമത്തെ ഒരു പയ്യനാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ ചതിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് വന്നത് എന്നുള്ളത്. അന്നേരം അപ്പോൾ അവന് ശിക്ഷ കൊടുക്കുക തന്നെ വേണം, അത് തെമ്മാടിത്തരമല്ലേ കാണിക്കുന്നത്, ശാലിനി ചെയ്ത നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു ഒരു ഭാവത്തിൽ നിൽക്കുകയാണ്. ശാലിനിയോട് ദേഷ്യമാണല്ലോ. അന്നേരം ശ്യാമ സംഭാരമായിട്ട് വരുന്നുണ്ട്. അന്നേരം ആ 4ാമത്തെ പയ്യൻ വിവാഹം കഴിക്കാനിരുന്നത് ശ്യാമയുടെ കുടുംബശ്രീ ഹോട്ടലിലെ ശ്യാമക്കുഞ്ഞിൻ്റെ കുടുംബശ്രീ ഹോട്ടലിലെ ശാന്തയുടെ ചെറിയമ്മയുടെ മകളെ ആയിരുന്നു. അപ്പോൾ പിന്നെ ആ വിവാഹം നടന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതിൽ വിവാഹം മുടങ്ങിയ ആ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകൊച്ചിനെ വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് സത്യാമ്മ അവിടെ വെച്ച് എല്ലാവർക്കും വാക്ക് കൊടുത്തു എന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ പേരിൽ അതിനു മുന്നേ പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ ശാലിനി കുഞ്ഞും സത്യാമ്മയും തമ്മിൽ വലിയ വഴക്കുണ്ടായി എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ഈ സംഭവം പറയുന്നത്, വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ ശാലിനി കുഞ്ഞിനുള്ള ദേഷ്യം കൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പിള്ള പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നോ, ഈ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, ഈ വാക്കാണല്ലോ പിന്നെ പ്രധാനം, ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ കലിതുള്ളിക്കൊണ്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. അന്നേരം അച്ഛൻ സംഭാരമെന്നും പറഞ്ഞിട്ട് ശ്യാമ നീട്ടുമ്പോൾ കൊണ്ടുപോടി അവളുടെ ഒരു സംഭാരം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്. രാഘവൻ നായർക്കും ദേഷ്യം വരികയാണ്. തുടർന്ന് രാഘവൻ നായരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഹാളിൽ നിൽക്കുന്ന ഭാമയെ കാണുമ്പോൾ, ഇവിടെ നിപ്പുണ്ടായിരുന്നോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചാടി തുള്ളുകയാണ്. അന്നേരം എന്തിനാണ് കിടന്ന് തുള്ളുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും സംഭവിച്ചില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് പറയുകയാണ്. അന്നേരം അതിനു വേണ്ടി ഇവിടെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് സത്യഭാമ പക്ഷേ ഒന്നും അറിയാത്ത പോലെ പെരുമാറുകയാണ്. അന്നേരം എന്നോട് ചോദിക്കാതെ എൻ്റെ വിവാഹം ഉറപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമ ഒരു മയത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ, ഏതെങ്കിലും പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാമെന്ന് വാക്ക് കൊടുത്തോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആകെ കലിതുള്ളി നിൽക്കുമ്പോൾ ഭാമയ്ക്കൊന്നും പറയാൻ പറ്റാൻ നിൽക്കുന്നുണ്ട്. രോഹിത്തും അന്നേരം ആ സമയത്തേക്ക് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ മറ്റേ പിന്നെ മറുഭാഷയിലാണെങ്കിൽ അവിടെ വിഷ്ണുവും ഉണ്ടായിരുന്നു. വിഷ്ണു അങ്ങോട്ട് ആ സമയത്ത് വിഷ്ണുവും അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വിവാഹം ഉറപ്പിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നിശബ്ദനായി നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ വിവാഹം ഉറപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ട് ചാടി തുള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ അടുത്ത എപ്പിസോഡിൽ വിഷ്ണുവിന് ശാലിനിയോടുള്ള ദേഷ്യത്തിൽ വിഷ്ണു ഒരു മൗനസമ്മതം അങ്ങോട്ട് മൂളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണ് ശാലിനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി സത്യം തെളിയിക്കാനായിട്ട് ശാലിനി വരുന്നത് അവിടെയാണ്. അതിനുശേഷമാണ് സത്യഭാമ വിവാഹം നടത്തും എന്നുള്ള ആ ഒരു രീതിക്ക് നിൽക്കുന്നതും. പിന്നീട് അടുത്ത കുറച്ച് എപ്പിസോഡുകൾ തന്നെ സത്യ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മകളാണ്. പപ്പിയും സത്യയും ഇവരുടെ മക്കളാണ് എന്നുള്ളത് അറിയുന്ന ആ ഒരു എപ്പിസോഡാണ് ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.